ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം 90-91 കാലഘട്ടത്തിൽ നരസിംഹറാവു, മൻമോഹൻ സിംഗ്, രണ്ട് വ്യക്തികൾ, പ്രധാനമന്ത്രിയും നമ്മളുടെ സാമ്പത്തിക മന്ത്രി എന്നല്ല പറയുന്നത്, ഫിനാൻസ് മിനിസ്റ്റർ, ഇവർ രണ്ടും ഒരുമിച്ചാണ് നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ റിഫോംസ് എന്നുവെച്ചാൽ ആ ഒരു നരസിംഹറാവു മന്ത്രിസഭയിലാണ്, അല്ലെങ്കിൽ നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് ഇന്ത്യയിൽ റിഫോംസ് കൊണ്ടുവരുന്നത്. ഇക്കണോമിക് റിഫോംസ്, LPG എന്ന് പറയും, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനുശേഷം ഇന്ത്യ സമ്പദ് വ്യവസ്ഥയ്ക്കും അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിലൊക്കെ തന്നെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകുകയും വളർച്ച ഉണ്ടാകുകയും പുരോഗതികളുണ്ടാകുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം 2026 നിൽക്കുകയാണ്. വളരെ സ്ലോ പ്രോസസ്സാണ് നമ്മളുടെ സാമ്പത്തിക വളർച്ചയെങ്കിൽ തന്നെയും മാറ്റങ്ങളുണ്ട്, ഇതൊന്നും പറയാൻ പറ്റത്തില്ല. ചൈനയുടെ വളർച്ചയും അല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള വളർച്ചയും, ചൈന ലോകത്തിലെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് നിലകൊള്ളുകയും ലോകത്തിൻ്റെ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട്, എന്നുവെച്ചാൽ A to Z ഐറ്റംസ് നമ്മൾ പറയുന്നില്ല എപ്പോഴും, പിന്നെ സേഫ്റ്റി പിൻ മുതൽ എയറോപ്ലെയിൻ വരെ എന്നുള്ള ഒരു പറച്ചിൽ. അപ്പോൾ അതിനകത്തിലെല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാൻ കഴിവുള്ള ഒരു ജയൻ്റായിട്ട് ചൈന മാറിക്കഴിഞ്ഞു. അമേരിക്ക പോലും ഇന്ന് ലോകത്തിൻ്റെ മാനുഫാക്ചറർ എന്നുള്ള ആ ഒരു തലത്തിൽ നിന്നും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന, എന്നുവെച്ചാൽ ഒരു 70 വരെയൊക്കെ അവർക്ക് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ 80 വരെയൊക്കെ അവർക്ക് ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റാറ്റസ് നഷ്ടപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ചൈനയ്ക്കാണത് ലോകത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് ഹബ്ബ്, പ്രൊഡക്ഷൻ ഹൗസ് ചൈനയാണ്. അങ്ങനെ രണ്ടാമത്തെ ലോക സാമ്പത്തിക ശക്തിയായി നിലനിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യയും ചൈനയൊക്കെ തന്നെ ഏകദേശം നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തും അവരും ഏകദേശം പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഫോം ചെയ്ത്, അപ്പോൾ ഇന്ത്യയും ചൈനയൊക്കെ തമ്മിൽ മോറോർലെസ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലായിരുന്നു. നമ്മൾ ഈ മാനദണ്ഡങ്ങൾ എടുത്ത് നോക്കുമ്പോഴൊക്കെ തന്നെ, സാമ്പത്തികമായിട്ടൊക്കെ തന്നെ എടുത്ത് നോക്കുമ്പോൾ ഒരു പക്ഷേ പലപ്പോഴും പല മേഖലകളിലൊക്കെ തന്നെ ഇന്ത്യക്ക് ചില എന്താണ് ഡോമിനൻസ് ഉണ്ടാവുകയും, സാമ്പത്തികമായിട്ടൊക്കെ തന്നെ ഏകദേശം നമ്മൾ പറഞ്ഞില്ലേ ഈ മോറോർലെസ് ഈക്വൽ. 79 അവർ റിഫോംസ് ആരംഭിച്ചു. ഡെങ് ഷിയോപ്പിങ് വന്നതിന് ശേഷം പിന്നെ ചൈനയെ പിന്നെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് ചൈന കുതിച്ചുചാട്ടം നടത്തുകയും വൻതോതിലുള്ള സാമ്പത്തിക വളർച്ച കൈവരിക്കുകയും, അങ്ങനെ അവരിപ്പോൾ ലോകത്തിലെ ഏറ്റവും വളരെ നടന്നതായ ഒരു നിർണായകമായിട്ടുള്ള ഒരു സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞു. ഓക്കെ, നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇപ്പോഴത്തെ നമ്മളുടെ ഇന്ത്യ. അപ്പോൾ കോവിഡ് സമയമൊക്കെ നമുക്കറിയാം. കോവിഡ് സമയം മുതൽ ഇങ്ങോട്ട് ചൈനയ്ക്ക് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് വളർച്ച വളരെ കുറവാകുകയും, ഗ്ലോബൽ MNCs, അതായത് ബഹുരാഷ്ട്ര കമ്പനികൾ എന്ന് നമ്മൾ പറയുന്ന ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള അമേരിക്ക മുതൽ ഇങ്ങോട്ടുള്ള രാജ്യങ്ങളിലെ MNCs, മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ ട്രാൻസ്നാഷണൽ കമ്പനീസ് പറയും, TNCs എന്ന് പറയും. എന്നുവെച്ചാൽ പല രാജ്യങ്ങളിൽ വ്യാപിച്ച് പ്രവർത്തനമുള്ള രാജ്യങ്ങളാണ്, കമ്പനികളാണ് നമ്മൾ മൾട്ടിനാഷണൽ എന്ന് പറഞ്ഞാൽ. ബഹുരാഷ്ട്ര, ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ, 2ൽ കൂടുതൽ രാജ്യങ്ങളിൽ പ്രവർത്തികൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുള്ള കമ്പനികളൊക്കെ തന്നെ എപ്പോഴും ബഹുരാഷ്ട്ര കമ്പനികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ MNCs ഒക്കെ തന്നെ ചൈനയിൽ നിന്നും അവരുടെ ഓപ്പറേഷൻസ് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ ചൈനയിൽ നിന്നും മാറ്റി ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ള ഒരു നിർണായകമായിട്ടുള്ള റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സംഭവിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം, ആപ്പിളിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ ഇപ്പം വളരെ മുൻപന്തിയിലാണ്. ഇപ്പോൾ ഇന്ത്യയായി മാറിക്കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ മാനുഫാക്ചറിങ് ഹബ്ബായിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആപ്പിൾ ഇന്ത്യയിൽ നിന്നാണ് മാനുഫാക്ചർ ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതൊക്കെ തന്നെ. ആപ്പിൾ ഐഫോണിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളെല്ലാം തന്നെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവരുടെ ഓപ്പറേഷൻസൊക്കെ തന്നെ, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസൊക്കെ തന്നെ ഇന്ത്യയിൽ അവർ സ്റ്റാർട്ട് ചെയ്യാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഒക്കെ തന്നെയുള്ള ആ രീതിയിലൊക്കെ സപ്ലൈ ചെയിൻസ് ചൈനയിൽ നിന്നും അവർ
പിന്നെ പൂർണ്ണമായിട്ടില്ലെങ്കിൽ തന്നെയും ഭാഗികമായിട്ടൊക്കെ തന്നെ മാറ്റിയിട്ട് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, ഇന്ത്യ, വിയറ്റ്നാം ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. മെക്സിക്കോ, ഫിലിപ്പീൻസ് ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതിനകത്ത് ഏറ്റവും ചൈനയ്ക്കൊരു ഓൾട്ടർനേറ്റീവായിട്ട് നിൽക്കാൻ സാധിക്കുന്ന ഇന്ത്യക്ക് മാത്രമേ ഉള്ളൂ. കാരണം ഇന്ത്യയുടെ സൈസ്, പോപ്പുലേഷൻ, ജിയോഗ്രഫിക്കൽ സൈസ്, പോപ്പുലേഷൻ, സ്കിൽഡ് ലേബേഴ്സ്, അങ്ങനെയുള്ള ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. പിന്നെ ഇവിടുത്തെ യങ് പോപ്പുലേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി പോസിറ്റീവ് ഫാക്ടേഴ്സ് ഇന്ത്യ ഫേവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ യുവാക്കളായിട്ടുള്ള തൊഴിലാളികൾ നമുക്കറിയാം. അപ്പോൾ ചൈനയിലെ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഏജ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചൈന ഏറ്റവും കൂടുതൽ പിന്നെ ആശങ്കപ്പെടുത്തുന്ന വലിയൊരു ഫാക്ടറാണ് തോന്നുന്നത്. എന്നുവെച്ചാൽ അമേരിക്കയെ സാമ്പത്തികമായിട്ട് അവർക്ക് ഓവർകം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, വർക്കിംഗ് പോപ്പുലേഷൻ അവർക്ക് ഉണ്ടാകുമോ എന്നുള്ളൊരു വലിയൊരു ഭീഷണി അവരിപ്പോൾ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഈ മിഡിൽ ക്ലാസ്സിൻ്റെ ഇന്ത്യയിലെ പ്രസൻസ്, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന മിഡിൽ ക്ലാസ്, ആഭ്യന്തര ഉപഭോഗമാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മുടെ ഡൊമസ്റ്റിക് കൺസംഷൻ എപ്പോഴും എന്നുവെച്ചാൽ ഇന്ത്യയിലെ പരമ്പരാഗതമായിട്ട്, എന്നുവെച്ചാൽ പണ്ട് മുതലേ ഇന്ത്യയിൽ നമ്മുടെ ഇക്കണോമിക് ഗ്രോത്തിനെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഫാക്ടറാണ് നമ്മുടെ ഡൊമസ്റ്റിക് കൺസംഷൻ എന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് എക്കോണമി അല്ല, നമ്മൾ ഈ ആഭ്യന്തരമായിട്ടുള്ള ഉപഭോഗത്തെ മാത്രം ആശ്രയിച്ച് ഏറെക്കുറെ, എക്സ്പോർട്ടില്ലെന്നല്ല നമുക്കത്, എക്സ്പോർട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ചൈന പോലെ, ജപ്പാൻ, തായ്വാൻ, സൗത്ത് കൊറിയ അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങളെപ്പോലെ നമ്മൾ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് അല്ല. എക്സ്പോർട്ട് ഓറിയൻറ്റഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ആഭ്യന്തര ഉപഭോഗത്തെ മാത്രം ആശ്രയിച്ചാണ് നമ്മൾ ഏറെക്കുറെ നമ്മുടെ എക്കോണമി റൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടെ തന്നെ നമുക്ക് പിന്നെ ഉപഭോഗം നടത്തി കൺസ്യൂം ചെയ്യാനുള്ള അങ്ങനെ ഒരു ഇക്കണോമിക് മോഡൽ അല്ലെങ്കിൽ ഇക്കണോമിക് ഒരു സ്ട്രക്ചറാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഒരു ആഭ്യന്തര ഉപഭോഗം ഒക്കെ തന്നെ, അതുപോലെ തന്നെ വലിയൊരു വിപണി നമുക്കറിയാം, ഇന്ത്യ ഒരു വലിയൊരു വിപണിയാണ്, മാർക്കറ്റാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ മറ്റ് കമ്പനികളെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മനസ്സിലായല്ലോ. അപ്പോൾ ചൈനയ്ക്ക് പകരം തീർച്ചയായിട്ടും ചൈനയാണ് ഇപ്പോഴും ലോകത്തിലെ നമ്പർ 1 മാനുഫാക്ചറിങ്. പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ കമ്പനികളൊന്നും തന്നെ അവിടുന്ന് വിട്ടുപോയിട്ടില്ല. പല കമ്പനികളും ഭാഗികമായിട്ട് ചൈനയിൽ ഓപ്പറേഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യയിലൊക്കെ, കാരണം അങ്ങനെ അവർ തീർച്ചയായിട്ടും ഇപ്പോഴും ചൈന തന്നെയാണ് എല്ലാവരുടെയും ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അതിനൊരു ഓൾട്ടർനേറ്റീവായിട്ട് അതിനൊരു പിന്നെ സ്റ്റാർട്ടിങ് എന്നുവെച്ചാൽ ചൈനയിൽ നിന്നും സപ്ലൈ ചെയിൻസ് മാറ്റി മറ്റ് പല രാജ്യങ്ങളിലേക്കും, അതിലേറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിട്ട് ഇന്ത്യ നിലനിൽക്കുന്നു. അപ്പോൾ അങ്ങനെ പല മൾട്ടിനാഷണൽ കമ്പനീസും ഇന്ത്യ ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ത്യയിലേക്ക് ഈ പറഞ്ഞ മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ ഓപ്പറേഷൻസ് ചൈനയ്ക്ക് പകരം ഒരു സുപ്രധാന നിക്ഷേപ കേന്ദ്രമായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു പ്രവണത നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അതിന് ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത ചില സാമ്പത്തിക കാരണങ്ങളുണ്ട്. കാരണം ഇന്ത്യ ഇനിയും ഒരുപക്ഷെ വരും കാലങ്ങളിൽ സാമ്പത്തികമായിട്ട് വളർച്ച ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രാജ്യമായിട്ടാണ് ഇപ്പോഴും IMFൻ്റെ ആയാലും അതുപോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ തന്നെ ഇപ്പോൾ ഫോക്കാസ്റ്റിങ്ങും പ്രഡിക്ഷനും ഒക്കെ തന്നെ ആണല്ലോ. അതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള റീസൺസ് ഉണ്ട്. വളർച്ചാ സാധ്യതകൾ, അനുകൂലമായിട്ടുള്ള ഗവൺമെൻറ് നയങ്ങൾ, അതെപ്പോഴും നമുക്ക് അത്യാവശ്യമാണല്ലോ. കാരണം ഏത് രാജ്യത്തായാലും അവിടെ നിലനിൽക്കുന്ന ഗവൺമെൻറ് അല്ലെങ്കിൽ അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ എങ്ങനെയാണോ അവരെടുക്കുന്ന തീരുമാനങ്ങളും നയങ്ങളുമാണ് അവിടുത്തെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെയും തളർച്ചയൊക്കെ തന്നെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ട ഫെസിലിറ്റി നിയമങ്ങളിൽ കൂടെയും അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിയമങ്ങളിൽ കൂടെ തന്നെ, എന്നുവെച്ചാൽ ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് അനുകൂലമല്ലാത്ത നിയമങ്ങളെ എടുത്ത് മാറ്റുകയും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളും അല്ലെങ്കിൽ സംവിധാനങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഉത്തരവാദിത്വം. അപ്പോൾ അത് പൊളിറ്റിക്കൽ ഡിസിഷൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിസിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അനുകൂലമായിട്ടുള്ള സർക്കാർ നയങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് മാത്രമേ ഏതൊരു രാജ്യത്തെയും ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. രാജ്യത്തെ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നയരൂപീകരണം എന്നുവെച്ചാൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള നയരൂപീകരണമാണോ നടക്കുന്നത്, അല്ലെങ്കിൽ അതിന് സാമ്പത്തിക വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പവർഫുള്ളായിട്ടുള്ള മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ തന്നെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ സപ്ലൈ ചെയിനിലെ മാറ്റങ്ങൾ, സപ്ലൈ ചെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്ത്യയെ ഇപ്പോൾ ഒരു ഒരു അട്രാക്റ്റീവ് പ്ലേസായിട്ട്, ഇൻവെസ്റ്റ് ചെയ്യാൻ അട്രാക്റ്റീവ് പ്ലേസായിട്ട് മാറ്റിയിരിക്കുന്നതാണ് വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഈ അനുകൂല ഘടകങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, എപ്പോഴും മൾട്ടിനാഷണൽ കമ്പനീസ് നോക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഗവൺമെൻറ് പോളിസി എന്ന് വെച്ചാൽ അവർക്ക് അനുകൂലമായിട്ടുള്ള, കമ്പനികൾക്ക് അനുകൂലമായിട്ടുള്ള, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനികൾക്ക് അനുകൂലമായിട്ടുള്ള പോളിസീസ് ഉണ്ടെന്ന് നോക്കും. പിന്നെ ഫിനാൻഷ്യൽ ലോസ്, ടാക്സേഷൻ ലോസ്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, മനസ്സിലല്ലോ, പിന്നെ ഈ നമ്മുടെ തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട ലേബർ ലോസ്, ഇങ്ങനെ ഒട്ടനവധി നിയമങ്ങൾ കമ്പനികളെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ GST ഒക്കെ ഇന്ത്യയിൽ വന്നത് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ്, അല്ല ഗവൺമെൻറ് സ്വന്തമായിട്ടെടുത്തുണ്ടാക്കിയൊരു തീരുമാനമൊന്നുമില്ല. കാരണം ഇവിടുത്തെ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യക്കകത്തുള്ള നമ്മുടെ കോർപ്പറേഷൻസിനും ഇവിടെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള വിദേശ കോർപ്പറേഷൻസിനും ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ളൊരു ടാക്സേഷൻ സിസ്റ്റം ഇവിടെ ഉണ്ടാകണമെന്ന് അവർ കാലാകാലങ്ങളായിട്ട് പിന്നെ സമ്മർദ്ദം ചെലുത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടുത്തെ ഈ ടാക്സേഷൻ റിഫോംസ് എല്ലാം വന്ന് ഇപ്പോൾ GST നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. മനസ്സിലാക്കുക, അല്പം കൂടെ മോഡേൺ ആയിട്ടുള്ള. ഇനി അത് തീർച്ചയായിട്ടും കൂടുതൽ റിഫൈൻ അല്ലെങ്കിൽ കൂടുതൽ റിഫോം അതിനകത്ത് നടക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയിലെ അനുകൂല ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വളർച്ചാ സാധ്യതയുള്ള രാജ്യമാണ്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ, ഇനിയുള്ള വർഷങ്ങളിൽ ഒരുപക്ഷെ അല്ല ചൈനയെക്കാളിലും കൂടുതൽ വളർച്ചാ സാധ്യതയുള്ള, അല്ലെങ്കിൽ വളർച്ചാ നിരക്ക് കൂടുതലാകാൻ സാധ്യതയുള്ള ഒരു രാജ്യമായിട്ടാണ് ഗ്ലോബൽ കോർപ്പറേഷൻസും ഒക്കെ തന്നെ ഇന്ത്യയെ കാണുന്നത്. അപ്പോൾ ഇത് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുള്ള സാമ്പത്തിക വിദഗ്ധരുടെയൊക്കെ തന്നെ അഭിപ്രായമാണിത്. അതുപോലെ തന്നെ നമ്മളുടെ യങ് പോപ്പുലേഷൻ, തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള, എന്നുവെച്ചാൽ യങ് പോപ്പുലേഷൻ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. സ്കിൽഡ് വർക്ക് ഫോഴ്സ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മിഡിൽ ക്ലാസ്സിൻ്റെ ഗ്രോയിങ് മിഡിൽ ക്ലാസ്, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുക മിഡിൽ ക്ലാസ്. കാരണം കൺസ്യൂം ചെയ്യാൻ ആൾ വേണമല്ലോ, മേടിക്കാൻ ആൾ വേണം, പർച്ചേസിങ് പവറുള്ള ആൾ വേണം തീർച്ചയായിട്ടും. അതിൽ തന്നെ ശക്തമായ ആഭ്യന്തര ഉപഭോഗം നമ്മൾ പറഞ്ഞാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്ത്യ ഒരു വലിയൊരു വിപണിയാണ്. ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള കമ്പനികൾക്ക് മുന്നിൽ ഇന്ത്യക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ പോസിറ്റീവ് ഫാക്ടേഴ്സ് എന്നുള്ളത്. അതിൽ തന്നെ ഡിജിറ്റലൈസേഷൻ, ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ നമുക്കറിയാം ഇപ്പോഴും ഇന്ത്യ ഒന്നും വേൾഡ് ക്ലാസ് ആയിട്ടില്ലെങ്കിൽ തന്നെയും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും. ഗവൺമെൻറ് അതിലൊക്കെ കാര്യമായിട്ടുള്ള പരിഗണനകൾ നൽകുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നിക്ഷേപകരെ തീർച്ചയായിട്ടും ആകർഷിക്കുവാൻ കഴിയുന്നത്. അല്ലാതെ നമ്മൾ ഇപ്പം മറ്റ് രീതികളൊന്നും തന്നെ, അല്ലെങ്കിൽ മറ്റ് അവസ്ഥകളൊന്നും തന്നെ കാരണം ബിസിനസ് ചെയ്യുന്നവർക്ക് എപ്പോഴും അവർക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകണം. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ റോഡ്സ് ഉണ്ടാകണം, സീപോർട്ട്, എയർപോർട്ട്, ഇതെല്ലാം തന്നെ, റെയിൽവേസ്, ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു, ആൾക്കാരുടെയും പിന്നെ നമ്മുടെ മെർച്ചൻഡൈസ് ചരക്കുകളുടെയും മൊബിലിറ്റി പിന്നെ പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ പഴയതിനേക്കാളും കൂടുതൽ മൊബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ടാകണം. കൂടുതൽ എയർപോർട്ടുകൾ നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ലെവലിലുള്ള സ്റ്റാൻഡേർഡിലുള്ള പബ്ലിക് റോഡ്സ്, ഇൻഫ്രാസ്ട്രക്ചറായിട്ട് നമുക്കറിയാം, ഹൈവേയ്സ്, റോഡ് വേയ്സ്, പിന്നെ സീപോർട്ടുകൾ, അഡ്വാൻസ്ഡുള്ള സീപോർട്ടുകൾ, എന്നിട്ട് കൂടുതൽ ചരക്കുകൾ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള സീപോർട്ടുകൾ, തുറമുഖങ്ങൾ, ഇപ്പോൾ വിഴിഞ്ഞം പോലുള്ള സംവിധാനങ്ങൾ. അപ്പോൾ ഇതൊക്കെ തന്നെ വളരെ അത്യാവശ്യമാണ്. പിന്നെ സ്കിൽഡ് വർക്ക് ഫോഴ്സ് അത്യാവശ്യമാണ്, യങ് വർക്ക് ഫോഴ്സ് അത്യാവശ്യമാണ്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കാൻ കഴിയുന്ന പോപ്പുലേഷൻ, പിന്നെ പർച്ചേസിംഗ് പവറുള്ള മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ പർച്ചേസിംഗ് പവറുള്ള പോപ്പുലേഷൻ, ഇതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ പരിഗണിക്കും. പിന്നെ ഗവൺമെൻറ് പോളിസീസ്, പ്രത്യേകിച്ച് ടാക്സേഷൻ പോളിസി, ഇക്കണോമിക് പോളിസീസ്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പോളിസീസ്, ഇതൊക്കെ തന്നെയാണ് നോക്കുന്നത്. ഇപ്പോൾ പണ്ടത്തെ ടാക്സ് സിസ്റ്റമാണ് ഇപ്പോഴും ഇന്ത്യയിലെങ്കിൽ ബിസിനസ്സുകാർക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കത്തില്ല, കാരണം ഒത്തിരി അധികം കോംപ്ലക്സിറ്റികളാണ്. അപ്പോൾ അതിനെ റിഫോംസ് നടത്തി നമ്മൾ GSTയിലൊക്കെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ പഴയതിനേക്കാളും സുതാര്യമായിട്ടും വളരെ പെട്ടെന്ന് തന്നെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് ബിസിനസ്സുകാർക്ക് തീർച്ചയായിട്ടും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ട്. അതൊക്കെ ഇന്ത്യയിലുള്ള മാറ്റങ്ങളാണ് തീർച്ചയായിട്ടും. ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകണം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു അവസ്ഥ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ടൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ China+1 എന്ന് പറയുന്ന നയമാണ്. China+1 എന്ന് പറഞ്ഞാൽ ചൈനയുടെ കൂടെ, ചൈന പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ചൈനയെ പിന്നെ എലിമിനേറ്റ് ചെയ്തിട്ടില്ല, ചൈനയുടെ കൂടെ ഇന്ത്യയും. ആഗോള ബിസിനസ് തന്ത്രങ്ങളിൽ വന്ന വലിയൊരു മാറ്റമാണിതെന്നാണ് പറയുന്നത്. അതായത്
ഈ പറഞ്ഞ ചൈനയെ മാത്രം ആശ്രയിക്കാതെ, ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കാതെ, കാരണം ചൈന ഇപ്പോഴും നമ്പർ 1 തന്നെയാണ് മാനുഫാക്ചറിങ്ങിലും പ്രൊഡക്ഷനിലും ഒക്കെ തന്നെ, അതിനകത്തിൽ യാതൊരു മാറ്റമില്ല. കാരണം അവർ വൻതോതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്, അതിനകത്തിലൊന്നും യാതൊരു കുറവോ അല്ലെങ്കിൽ മാറ്റങ്ങളോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഗ്ലോബൽ കോർപ്പറേഷൻസ്, മൾട്ടിനാഷണൽ കമ്പനീസ് ഒരു രാജ്യത്തെ മാത്രം അവരുടെ ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ഓപ്പറേഷൻസിൻ്റെ കേന്ദ്രം ആശ്രയിക്കുന്നതിന് പകരം ഒന്നിൽ കൂടുതൽ ചൈനയോടൊപ്പം തന്നെ കിടപിടിക്കാൻ കഴിവുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോപ്പുലേഷൻ കൊണ്ടും ജിയോഗ്രഫിക്കൽ സൈസ് കൊണ്ടും മറ്റ് ഫാക്ടേഴ്സ് എല്ലാം കണക്കെടുത്ത് കഴിഞ്ഞിട്ട്. പക്ഷേ അതിന് അനുകൂലമായിട്ടുള്ള പൊളിറ്റിക്കൽ കാലാവസ്ഥ ഉണ്ടാകണം, പൊളിറ്റിക്കൽ ഡിസിഷൻസ് ഉണ്ടാകണം, പൊളിറ്റിക്കൽ പോളിസീസ് ഉണ്ടാകണം, ഗവൺമെൻറ് പോളിസീസ്. പിന്നെ നമ്മളുടെ ഇക്കണോമിക് ഇക്കോസിസ്റ്റത്തിലെ മാറ്റങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, എഡ്യൂക്കേറ്റഡ് വർക്ക് ഫോഴ്സ് ഉണ്ടാകണം നമുക്ക്. അങ്ങനെയുള്ള ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം, ഇതെല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് നിയമങ്ങളിൽ കൂടെയും പോളിസീസിൽ കൂടെ ഒക്കെ തന്നെ. അപ്പോൾ ഒരു രാജ്യത്തെ മാത്രം ഉൽപ്പാദനത്തിനായിട്ട് ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും അതുവഴി ഉണ്ടാകുന്ന അപകട സാധ്യത ഉണ്ടാവില്ല. ഇപ്പോൾ ചൈനയ്ക്ക് നമുക്കറിയാം പല മേഖലകളിലും ഡോമിനൻസ് ഉണ്ട്, അപ്രമാദിത്വമുണ്ട്. അപ്പോൾ അവർക്ക് മറ്റു രാജ്യങ്ങളെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ മേൽ അവർക്ക് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എയറത്തിൻ്റെ കാര്യം നമുക്കറിയാം, അങ്ങനെ പല മേഖലകളിലും. അപ്പോൾ അത് കുറയ്ക്കുക, അത് ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചൈന +1. എന്നുവെച്ചാൽ ചൈനയുടെ കൂടെ മറ്റൊരു ചൈനയ്ക്ക് തത്തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ ചൈനയുടെ കിടപിടിക്കാൻ കഴിവുള്ള ഒരു രാജ്യത്തെ കൂടെ വളർത്തിയെടുത്തുകൊണ്ടുവരിക എന്നുള്ളൊരു ആശയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു തന്ത്രത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി മൾട്ടിനാഷണൽ കമ്പനീസ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചൈനയിൽ നമുക്കറിയാം അവരുടെ ചീപ്പ് ലേബറായിരുന്നു അവർ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞാൽ. ഇപ്പം ചൈനയിൽ തൊഴിൽ ചെലവ് കൂടി വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം കമ്പനികൾക്ക് ലാഭം കുറയും. കമ്പനികൾക്ക് ലാഭം കുറയുമ്പോൾ കമ്പനികൾ അവരുടെ ഓപ്പറേഷൻസ് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കത്തില്ല. കാരണം ബിസിനസ്സുകാർ എപ്പോഴും ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ കാരണം അവരുടെ എക്സ്പെൻസ് നമ്മളെടുത്ത് നോക്കുമ്പോൾ അതിനകത്തിൽ ഏറ്റവും കൂടുതൽ ലേബർ ചാർജ് ആയിരിക്കും, അല്ലെങ്കിൽ വേജസ്, അല്ലെങ്കിൽ തൊഴിൽ വേതനം, നമ്മളിപ്പം സാലറി ആൻഡ് വേജസ് എന്നൊക്കെ പറയുന്ന അതായിരിക്കും നല്ലൊരു ശതമാനം അവർക്ക് ചിലവഴിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിൽ കുറവ് അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സ്ഥലം ഏതാണോ, ചീപ്പ് ലേബർ എവിടെയാണോ, എപ്പോഴും കോർപ്പറേഷൻസ് അല്ലെങ്കിൽ കമ്പനികൾ, ബിസിനസ്സുകൾ, മാനുഫാക്ചറേഴ്സ് അവരങ്ങോട്ടായിരിക്കും അവരുടെ ബിസിനസ് സ്ഥാപിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നല്ല. അല്ല, മറ്റ് കൺസിഡറേഷൻ ഒന്നും അവർക്കില്ല. കാരണം എന്നാൽ മാത്രമേ അവരുടെ പ്രോഫിറ്റ് അവർക്ക് കൂടുതൽ മാക്സിമൈസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ചൈനയിലിപ്പം തൊഴിൽ വേതനം വർദ്ധിച്ചു വരികയാണ്, തൊഴിൽ ചെലവ് വർദ്ധിച്ചു വരികയാണ്. അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ് നമുക്കറിയാം പല മേഖലകളും നിലനിൽക്കുന്നുണ്ട്, വ്യാപാര തർക്കങ്ങൾ. ഇപ്പോൾ ഇതൊക്കെ കാരണം ഇന്ത്യയെ മികച്ചൊരു ഓൾട്ടർനേറ്റീവായിട്ട്, ബദലായിട്ട് കാണുവാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഗ്ലോബൽ ട്രാൻസ്നാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ ബഹിരാഷ്ട്ര കമ്പനികളിപ്പോൾ അത് അങ്ങനൊരു ബദൽ സംവിധാനം എന്ന രീതിയിൽ ഇന്ത്യയെ അവർ ഇപ്പോൾ ഒരു അട്രാക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷനായിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും പല കമ്പനികളും ഇപ്പോൾ ഇവിടെ അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റും മാനുഫാക്ചറിങ് സെൻറ്ററും ഒക്കെ കൂടുതൽ അതിനെ ആക്സലറേറ്റ് ചെയ്ത് വരികയാണ്. നേരത്തെ ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നില്ല, പക്ഷേ അതിനെ കൂടുതൽ ഒന്നുകൂടൊരു മൊമെൻറ്റം, കൂടുതൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ അവരിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് പൂർണ്ണമായിട്ടും ഉണ്ടാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ചൈനയായാലും ജപ്പാനായാലും സൗത്ത് കൊറിയ ആയാലും വിയറ്റ്നാം ആയാലും ഈവൻ ഏത് രാജ്യം എടുത്തു അമേരിക്ക ആയാലും നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ആയാലും സാമ്പത്തികമായിട്ടുള്ള വളർച്ച എന്ന് പറയുമ്പോൾ അവിടെ നിലനിൽക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കൂടി അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അവരുടെ പോളിസീസ്, നമ്മൾ പറഞ്ഞ അവരുടെ പോളിസീസ്, പൊളിറ്റിക്കൽ ഡിസിഷൻ, ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻ, പോളിസീസ്, അവരുടെ പ്രോഗ്രാംസ്, അവർ എന്താണ് പറയുന്നത്, ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതൊക്കെ തന്നെ അത്യാവശ്യമാണ്. വളരെ പവർഫുള്ളായിട്ടുള്ള അഡ്വാൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വേൾഡ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുവെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ സാമ്പത്തിക വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ നീതി ആയോഗ് എന്ന് പറയുന്ന അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പം അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം അതിന് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടാകണം.
അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ പ്രോത്സാഹനങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ശരിക്കുള്ള ഫെസിലിറ്റേഷൻസ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള ഈ PLI ഉണ്ട്, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമുകൾ, അതുപോലെ ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഇതൊക്കെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലകളാണ്. എല്ലാ മേഖലകളും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്ന സെമി കണ്ടക്ടർ, അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി, ടെക്സ്റ്റൈൽ ഫീൽഡുകൾ. അപ്പോൾ ഈ പറഞ്ഞ മേഖലകളിലൊക്കെ തന്നെ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് ഒക്കെ തന്നെ വളരെ അധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഈ മേഖലകളൊക്കെ തന്നെ വളരെയധികം ഇന്ത്യയിൽ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്, വളരെയധികം പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മെച്ചപ്പെട്ട ലോജിസ്റ്റിക്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ് മെച്ചപ്പെട്ട ലോജിസ്റ്റിക്സ്. കാരണം ഇക്കണോമിക് പ്രോഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇക്കണോമിക് ഗ്രോത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. അത് ഇൻഫ്രാസ്ട്രക്ചർ വളർന്നാൽ മാത്രമേ, ഇൻഫ്രാസ്ട്രക്ചർ അഡ്വാൻസ് ആയി കഴിഞ്ഞാൽ മാത്രമേ ലോജിസ്റ്റിക്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ, അപ്പോൾ ഇന്ത്യയിലൊക്കെ തന്നെ അത് വളരെ മുൻപന്തിയിലാണ് മറ്റു രാജ്യങ്ങളൊക്കെ അപേക്ഷിച്ച്. നമ്മളുടെ ഡിജിറ്റൽ എന്താണ് പറയുന്നത്, ആ ഒരു ഇൻവോൾവ്മെൻറ്റ് ശരിക്കും പറഞ്ഞിട്ട്. അപ്പോൾ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം ഇന്ത്യയെ ഒരു ആഗോള കയറ്റുമതി ഹബ്ബായിട്ട് മാറ്റുവാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. പക്ഷേ ഇനി നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് നോക്കുന്നില്ല. ഇതൊക്കെ തന്നെ ഓക്കെയാണ്, പക്ഷേ നമുക്ക് സ്റ്റിൽ മോർ ടു ഡു എന്നുള്ളൊരു അവസ്ഥയിലാണ്. കാരണം നമുക്കിപ്പോഴും നമുക്കറിയാം ചൈനയുടെ ഒരു പാതി വഴിക്ക് പോലും നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ ചൈന അച്ചീവ് ചെയ്തിട്ടുള്ള എല്ലാ മേഖലകളിലും അവർ അച്ചീവ് ചെയ്തിട്ടുള്ള ഇതുപോലുള്ള അഡ്വാൻസ്മെൻറ്റ് ഇന്ത്യക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു 50% പോലും നമ്മൾ ആയിട്ടില്ല. ബട്ട് സ്റ്റിൽ വി ആർ പ്രോഗ്രസിങ്. അപ്പോൾ അവിടേക്കൊക്കെ നമുക്ക് എത്തിച്ചേരണമെങ്കിൽ 50% എന്നുള്ള മൈൽ സ്റ്റോൺ എങ്കിൽ നമുക്ക് റീച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിലും കൂടുതൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഒത്തിരി സങ്കീർണതകളുള്ള കാര്യമാണ്. കാരണം പൊളിറ്റിക്കൽ ചേഞ്ചസിനനുസരിച്ച് ഇതെല്ലാം തീർച്ചയായിട്ടും ഒന്നിൽ മേളിലോട്ട് പോകുകയോ താഴോട്ട് പോകുകയോ തന്നെ ചെയ്യാൻ സാധിക്കും. അത് നമുക്കറിയാം, ഇന്ത്യയിലെ അവസ്ഥകളാണ് നമുക്ക്. അപ്പോൾ നിയമപരമായിട്ടുള്ള സങ്കീർണതകളും നൈപുണ്യ വികസനമൊക്കെ തന്നെ വെല്ലുവിളി. നിയമപരമായിട്ടുള്ള സങ്കീർണത നമുക്കറിയാം, ഇവിടെ ഇന്ത്യയിൽ നിയമം നിർമ്മിക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം പാർലമെൻ്ററി സിസ്റ്റം ആയതുകൊണ്ടും ഇതൊക്കെ തന്നെ. ഇപ്പോൾ ഈ നിയമപരമായിട്ടുള്ള സങ്കീർണതകൾ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമുക്കറിയാം, ഒരു നിയമം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. കാരണം പാർലമെൻറ്റ്, അവിടുത്തെ ബഹളങ്ങൾ, പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റെയിൽമേറ്റ്, തടസ്സങ്ങളൊക്കെ തന്നെ ഇന്ത്യയെ ഒത്തിരി പിന്നോട്ട് നയിച്ചിട്ടുള്ള, ഇപ്പോഴും ഇന്ത്യക്ക് അതൊരു വലിയൊരു വിലങ്ങുതടിയായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഹർഡിലായിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ പോപ്പുലേഷൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ ചൈനയൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി മുന്നിലേക്ക് പോയിട്ടുള്ള മേഖലകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഇന്ത്യയിൽ തീർച്ചയായിട്ടും വലിയ വെല്ലുവിളികളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെയൊക്കെ നമുക്ക് മറികടക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ബഹുരാഷ്ട്ര കമ്പനികൾ, ഈ പറഞ്ഞ മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ത്യയെ ഒരു ചൈനയ്ക്ക് ബദലായിട്ടുള്ളൊരു രാജ്യമായിട്ട് അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനായിട്ട് മാത്രമല്ല കാണുന്നത്. പക്ഷേ ഒരു അവരുടെ ഭാവിയിൽ എന്ന് വെച്ചാൽ ഇനിയും വരുന്ന ഭാവിയിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് ലാഭം ഉണ്ടാക്കി പോകാനല്ല, അവരുടെ ഓപ്പറേഷൻസ് എല്ലാം ഇവിടെ ലോങ് ടൈമിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഒരു ഭാവി വളർച്ചയുടെ പ്രധാന കേന്ദ്രമായിട്ടാണ് ഇന്ത്യയെ കണക്കാക്കുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഒരു കമ്പനി അവരുടെ പ്രൊഡക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റൊക്കെ ഒരു രാജ്യത്ത് കൊണ്ടുപോയി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര പെട്ടെന്നൊന്നും അവർക്ക് അതിനെ അവിടെ നിന്ന് ഡിസ്മാൻഡിൽ ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അത് വർഷങ്ങളോളം, ദശാബ്ദങ്ങളായിട്ടൊരു പക്ഷേ അവിടെ തന്നെ അവർക്ക് തീർച്ചയായിട്ടും അവിടെ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അന്താരാഷ്ട്ര നിക്ഷേപത്തിൻ്റെ എന്ന് വെച്ചാൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ വലിയൊരു നിക്ഷേപം ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് കരുതാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യക്ക് വളർച്ച ഉണ്ടായി ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വളർച്ചയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം ആണിപ്പോഴും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഭാവിയിലും ഈ സാമ്പത്തിക വളർച്ച നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ നമുക്ക് ആന്തരികമായിട്ട് നമ്മുടെ ഗവൺമെൻറ് എന്ന് പറയുന്ന സംവിധാനം തീർച്ചയായിട്ടും മുൻപന്തിയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വികസനത്തിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ, സൃഷ്ടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ലോകത്തുള്ള മൾട്ടിനാഷണൽ കമ്പനീസിനെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയുകയും തന്മൂലം നമുക്ക് മാസീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയുടെ കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ എന്തെങ്കിലും വളർച്ച ഉണ്ടാകത്തില്ല. ആഭ്യന്തരമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വളർച്ച ഉണ്ടാക്കാൻ പറ്റുന്ന ഏത് രാജ്യത്താണെങ്കിലും, ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ്. ചൈനയാൽ തന്നെ നമുക്കറിയാം, ആയിരക്കണക്കിന് അമേരിക്കയുടെ മുതൽ ഈ പറഞ്ഞ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജപ്പാൻ, തായ്വാൻ, സൗത്ത് കൊറിയ, ജർമ്മനി, ഇതുപോലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഈ രാജ്യങ്ങളുള്ള ഈ കോർപ്പറേഷൻസൊക്കെ തന്നെ വൻതോതിൽ ചൈനയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതുകൊണ്ടാണ് അവരുടെ ക്യാപിറ്റലും ടെക്നോളജിയും. ചൈന ഇത്രയും വളർന്ന വലിയൊരു രാജ്യമായി മാറിയതല്ല. ചൈനയുടെ സ്വന്തമായിട്ടുള്ള റിസോഴ്സിൽ കൂടെ അല്ലെങ്കിൽ ടെക്നോളജിയിൽ കൂടെ അല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക.
ഓക്കെ, ഒരു ത്രഷോൾഡ് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു പക്ഷേ അതിനകത്ത് ഇൻഡിപെൻഡൻസ് ഉണ്ടാകും. അത് പക്ഷേ വളർന്ന് നമ്മൾ ആ അവസ്ഥ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. പക്ഷേ തുടക്കകാലം മുതൽ ചൈന ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ടെക്നോളജിയും സ്വീകരിച്ചുകൊണ്ട് മാത്രമാണ് തീർച്ചയായിട്ടും ചൈന വളർന്നു വലുതായത്. അതുപോലെ എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ്, ഏത് രാജ്യമായാലും അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെ. അപ്പോൾ ഇന്ത്യക്കും അങ്ങനെ മാത്രമേ വളരാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വിദേശ നിക്ഷേപങ്ങളും അവരുടെ ടെക്നോളജിയൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് ആഭ്യന്തരമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഇതുപോലുള്ള സാഹചര്യങ്ങളും അല്ലെങ്കിൽ ഘടകങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നതോടൊപ്പം തന്നെ വിദേശ ഗ്ലോബൽ കോർപ്പറേഷൻസിൻ്റെ പിന്നെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ നമ്മുടെ എക്കോണമിയിൽ വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് വളരാനും നമുക്ക് നല്ലൊരു സാമ്പത്തിക ശക്തിയായിട്ട് മാറുവാനും കഴിയൂ എന്നുള്ളതാണ് നമുക്ക് ലോക ചരിത്രത്തിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളുടെ ഉദാഹരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് തൽക്കാലം ഷെയർ ചെയ്യാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.